Hello everyone. ഈ വീഡിയോയിൽ നമ്മൾ എന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ അറേ പ്രോഗ്രാംസ് തന്നെ. ബട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ 1 dimensional അറേ പ്രോഗ്രാംസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി രണ്ട് വീഡിയോ ആണെന്നിട്ട് നമ്മൾ 2 dimensional അറേസ് ആണ് നോക്കാം. സോ ഇന്നത്തെ വീഡിയോയിൽ 2 dimensional അറേയിൽ എന്താണെന്ന് വെച്ചാൽ ബേസിക് ആയിട്ട് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാം, പിന്നെ സം ഓഫ് എലിമെന്റ്സിന്റെ മാട്രിക്സ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് അഡീഷൻ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം 2 dimensional മാട്രിക്സിൽ. സോ ഫസ്റ്റ് നമുക്ക് 2 dimensional മാട്രിക്സ് രണ്ടെണ്ണം വാങ്ങണമല്ലോ. സോ അതിന് int a of 10 10 എലിമെന്റ്സ് ഉള്ളത് വാങ്ങാം. ഓക്കെ, പിന്നെ b of 10 ആൻഡ് അഗൈൻ 10. സോ റോ സൈസ്, കോളം സൈസ്. ഇപ്പോൾ ഇത് ആഡ് ചെയ്തിട്ട് എനെയും ബിനെയും ആഡ് ചെയ്ത് നമ്മൾ വേറൊരു മാട്രിക്സിൽ സ്റ്റോർ ചെയ്യണമല്ലോ. സോ അതിന് വേറൊരു മാട്രിക്സ് അറേ, വേറൊരു 2 dimensional അറേ. സോ അത് വന്നിട്ട് അഗൈൻ സെയിം സൈസിൽ c of 10 10 റോ സൈസ്, കോളം സൈസ്. സോ ഫസ്റ്റ് നമുക്ക് വേണ്ട വേരിയബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ രണ്ട് ലൂപ്പിന് i വേരിയബിളും j വേരിയബിളും വേണം. പിന്നെ റോ സൈസ് ആറും കോളം സൈസ് സിയും, ആർ ആൻഡ് സി വേണം. ഏതൊക്കെയാണ് റോ സൈസും കോളം സൈസും. മൂന്ന് മാട്രിക്സിനും സെയിം ആയിരിക്കും, കാരണം നമ്മൾ ഒരേ സൈസിലുള്ള മാട്രിക്സ്, ഒരേ ഡയമെൻഷനുള്ള മാട്രിക്സ് നമ്മൾ എടുക്കാൻ പോകണം. സോ ആർ ആൻഡ് സി കോമൺ ആയിട്ട് നമ്മൾ വാങ്ങാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആർ ആൻഡ് സി വാല്യൂ വാങ്ങണമല്ലോ. സോ printf enter row and column size. ഓക്കെ, ഇപ്പോൾ scanf %d %t ampersand r ampersand c. ഓക്കെ, ഇപ്പോൾ നമ്മൾ മാട്രിക്സ് വാങ്ങണം, ഈ മാട്രിക്സ്. സോ അതിന് പ്രിന്റ് ചെയ്യാം. സോ printf enter മാട്രിക്സ് a. എന്നിട്ട് ഫോർ ലൂപ്പിൽ നമ്മൾ വാങ്ങാം. ഫോർ i is equal to 0, i less than r, i plus plus. സോ ഐ ലൂപ്പ് വന്നിട്ട് റോ വൈസ് വാങ്ങാനും ജെ ലൂപ്പ് വന്നിട്ട് കോളം വൈസ് വാങ്ങാനാണ്. സോ ഫസ്റ്റ് ഐ ലൂപ്പ് റോ വൈസ് വാങ്ങണം. പിന്നെ ഓരോ റോയിലും ഓരോ കോളം എലിമെന്റ്സ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ പോകണം. സോ ജെ is equal to 0, ജെ ലെസ് ദാൻ സി, ജെ പ്ലസ് പ്ലസ്. ഇപ്പോൾ സ്കാനഫിൽ %d ampersand a of i j റോ കോളം. സോ ഫസ്റ്റ് 0 വരും ഐയിൽ. 0 കഴിഞ്ഞിട്ട് ജെ ലൂപ്പ് കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ആകും. സോ 0 0 0 1 0 2 0 3 0 4 4 വരയ്ക്കും വാങ്ങും. എന്നിട്ട് പിന്നെ ഐ ഇൻക്രിമെന്റ് ആകും. അപ്പോൾ ഐ 1 ആകുമ്പോൾ 1 0 1 1 1 2 1 3 1 4 അങ്ങനെ. സോ ഫസ്റ്റ് ജെ ലൂപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഓരോ കോളം വാല്യൂ, ഒരു പർട്ടിക്കുലർ റോന് എല്ലാ കോളം വാല്യൂസും വാങ്ങിയിട്ട് പിന്നെ അടുത്ത റോയിൽ പോകുള്ളൂ. ഓക്കെ, ഇപ്പോൾ എൻ്റർ മാട്രിക്സ് ബി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് പിന്നെ ബി മാട്രിക്സിലുള്ള എലിമെന്റ്സും വാങ്ങി നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട് ബി ഓഫ് ഐ ജിയിൽ വെച്ചിട്ട്. ഇപ്പം നമ്മൾ ആഡ് ചെയ്യണമല്ലോ. ആഡ് ചെയ്യുമ്പോൾ നമ്മൾ printf added മാട്രിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യാം. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പ്രിന്റ് ഇപ്പോൾ സിയിൽ ആഡ് ചെയ്യുമ്പോൾ, ഓക്കെ, ഇപ്പോൾ ആഡ് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കിയാൽ പിന്നെയും നമുക്ക് രണ്ട് ഫോർ ലൂപ്പ് വേണം. ഫോർ i is equal to 0, i less than r, i plus plus. ഫോർ j is equal to 0, j less than c, j plus plus. ഓക്കെ, ഇപ്പോൾ c of i jയിൽ വന്നിട്ട് നമ്മൾ ആഡഡ് വാല്യൂ കൊടുക്കണം. c of 0 0, c of 0 1 വന്നിട്ട് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ആഡഡ് വാല്യൂ എന്താ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ a of i j plus b of i j. 0 0, a of 0 0 ഫസ്റ്റ് എലിമെന്റും b of 0 0 സെക്കൻഡ് എലിമെന്റും നമ്മൾ ആഡ് ചെയ്തിട്ട് സി അറേയിൽ വന്നിട്ട് ഫസ്റ്റ് എലിമെന്റ് ആയിട്ട് കൊടുക്കും. ഓക്കെ, സോ a of i j plus b of i j. ഇപ്പോൾ ആഡഡ് മാട്രിക്സ് നമ്മൾ പ്രിന്റ് ചെയ്യണമല്ലോ. സോ അഗൈൻ വി ആർ യൂസിങ് ദിസ്. ഇപ്പോൾ ആഡഡ് മാട്രിക്സ് പ്രിന്റ് ചെയ്യണമല്ലോ. സോ printf സ്റ്റേറ്റ്മെന്റിൽ ആഡഡ് മാട്രിക്സ് എന്ന് കൊടുത്തിട്ട് രണ്ട് ലൂപ്പ് യൂസ് ചെയ്ത് ഞാൻ എലിമെന്റ്സിനെ പ്രിന്റ് ചെയ്യും. ഇവിടെ എന്തിനാ സ്ലാഷ് എന്ന് വെച്ചാൽ ഒരു റോ കഴിഞ്ഞിട്ട് അടുത്ത റോയിലോട്ട് പോകാനാണ് നമ്മൾ സ്ലാഷ് എന്ന് കൊടുക്കുന്നത് ഇവിടെ printfൽ. സോ ദാറ്റ് അതൊരു ടേബിൾ ഫോമിൽ പ്രിന്റ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാനിപ്പോൾ കോളം സൈസും മാട്രിക്സും ഞാൻ ഒരേ പേര് കൊടുത്തു. സോ നമുക്കിവിടെ സി മാട്രിക്സ് എന്ന് കൊടുക്കാം. സി മാട്രിക്സ്. സോ ദാറ്റ് അത് ക്ലാഷ് ആകില്ല അതിൻ്റെ വാല്യൂ. ഇവിടെ മാറ്റണം, പിന്നെ ഇവിടെയും മാറ്റണം. ഓക്കെ, ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. യെസ്, റോ സൈസ് വന്നിട്ട് നമ്മൾ 2 by 2 മാട്രിക്സ് നമ്മൾ ആഡ് ചെയ്യാം. സോ റോ സൈസ് ആൻഡ് കോളം സൈസ് 2 ആണ്. സോ മാട്രിക്സ് എയിൽ വന്നിട്ട് 1 2 3 4ഉം ബിയിൽ വന്നിട്ട് 5 6 7 8ഉം.
So added matrix is 6, 8, 10, 12. This is add 1 plus 5 is 6, 2 plus 6 is 8, then 3 plus 7 is 10, then 4 plus 8 is 12. അങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ അടുത്ത പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ സബ്ട്രാക്ട് ടു മാട്രിക്സസ് സെയിം പ്രോഗ്രാമിൽ നമ്മൾ മൈനസ് ചെയ്ത് അത് സബ്ട്രാക്ട് ആയി. സോ ഇവിടെ നമ്മൾ ആഡ് ചെയ്യണതിന് പകരം മൈനസ് കൊടുക്കാം. സോ ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയാൽ 2 by 2 മാട്രിക്സ് അഗൈൻ. സോ 4, 5, 6, 7. ഞാൻ വലിയ വാല്യൂസ് എടുക്കുന്നുണ്ട് കാരണം എ ഇന്നലെ നമ്മൾ ബി മൈനസ് ചെയ്യുന്നത്. സോ മൈനസ് വരാതിരിക്കാൻ അതിൽ വലുത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് മോഡുലസ് ഓപ്പറേറ്റർ ഇവിടെ യൂസ് ചെയ്തിട്ട് പോസിറ്റീവ് ആക്കാം. ഡിഫറൻസ് മാത്രം കണ്ടുപിടിക്കും, സബ്ട്രാക്ട് ചെയ്യാതെ നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിക്കാം. സോ ഇപ്പോൾ നമ്മൾ സബ്ട്രാക്ട് ചെയ്യാം. 4, 5, 6, 7 ആൻഡ് ഇവിടെ 0, 1, 2, 3. ഓക്കെ, സോ 4, 4 എങ്ങനെയാണെന്ന് വെച്ചാൽ 4 minus 0 is 4, 5 minus 1 is 4, 6 minus 2 is 4 and 7 minus 3 is again 4. ഓക്കെ, ഇങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യാം. സോ ദാറ്റ് വിൽ ബി ദ സെയിം തിങ്. സോ നെക്സ്റ്റ് പ്രോഗ്രാം വന്നിട്ട് മൾട്ടിപ്ലൈ ടു മാട്രിസസ്. ഇത് വന്നിട്ട് അഡീഷൻ സബ്ട്രാക്ഷനെ വിட കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്, ചെറിയൊരു ഡിഫറൻസ് വരും. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ ഫസ്റ്റ് മാട്രിക്സിൻ്റെ കോളം സൈസും സെക്കൻഡ് മാട്രിക്സിൻ്റെ റോ സൈസും ഈക്വൽ ആയിരിക്കണം, എന്നാലേ നമ്മൾ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് ഞാനിവിടെ C1 2ഉം R2 2 എടുത്തു. ഇത് വന്നിട്ട് എന്ത് വാല്യൂ വേണമെങ്കിൽ ആകാം, കാരണം നമ്മൾ ഫസ്റ്റ് റോ ആൻഡ് ദെൻ കോളം ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ എത്ര എലിമെൻറ്റ്സ് ഉണ്ടോ അത്രയും എലിമെൻറ്റ്സ് നമുക്കിവിടെ ഇവിടെയും വേണം, ഈ റോ സൈസിലും വേണം. അതുകൊണ്ട് C1 and R2 must be equal. ഇപ്പോൾ സി മാട്രിക്സ് എന്ത് സൈസിലായിരിക്കും എന്ന് വെച്ചാൽ ഫസ്റ്റ് മാട്രിക്സിൻ്റെ റോ സൈസും സെക്കൻഡ് മാട്രിക്സിൻ്റെ കോളം സൈസുമാണ് നമ്മുടെ സി മാട്രിക്സിൻ്റെ ഡയമെൻഷൻ. സോ ദാറ്റ് വിൽ ബി 2 cross 3 മാട്രിക്സ്. ഓക്കെ, ഇതായിരിക്കും സി മാട്രിക്സിൻ്റെ ഡയമെൻഷൻ. ഇപ്പോൾ സി മാട്രിക്സ് എങ്ങനെയാണ് നോക്കാം. ഇപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റോ ആൻഡ് ദെൻ കോളം അല്ലേ, സോ 1 into 1 is 1 പ്ലസ് നമ്മൾ ആഡ് ചെയ്യണം. നമ്മൾ 2 by 3 എന്ന് പറയുമ്പോൾ ഇവിടെ 2 റോ 3 കോളം വരുമല്ലോ. സോ ഈ റോ എലിമെൻറ്റ്സും ഈ കോളം എലിമെൻറ്റ്സും ഫസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് തമ്മിൽ ആഡ് ചെയ്യണം. സോ 1 into 1 is 1 പ്ലസ് 1 into 2 is 2. ഇത് നമ്മൾ ആഡ് ചെയ്യും. എന്നിട്ട് അടുത്ത ഇതേ റോ പ്ലസ് നെക്സ്റ്റ് കോളം. സോ 1 into 2 is 2 പ്ലസ് 1 into 1 is 1. പിന്നെ സെയിം റോ നെക്സ്റ്റ് കോളം. സോ 1 into 3 is 3 plus 1 into 2 is 2. ഓക്കെ, ഇതേപോലെ ഈ റോന് ചെയ്യണം. സോ 2, 2, 1, 2. 2 into 1 is 2 plus 2 2s are 4. പിന്നെ ഈ റോ this column. So 2 into 2 is 4 plus 1 into 2 is 2. പിന്നെ 2, 2 and 3, 2. So 3 2s are 6 plus ഇവിടെ 2 2s are 4. ഓക്കെ, ഇപ്പോൾ ഇത് ആഡ് ചെയ്താൽ നമുക്ക് 3, 3, 5, ഇവിടെ 6, 6 and 10. സോ ഇതാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത നമ്മുടെ സി മാട്രിക്സ്. ഓക്കെ, സോ ഇത് പ്രോഗ്രാമിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവിടെ 2 മാട്രിക്സ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, എ മാട്രിക്സും ബി മാട്രിക്സും. സി മാട്രിക്സ് വന്നിട്ട് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൽ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യാം. ഈ സി മാട്രിക്സിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ആ വാല്യൂനെ സിയിൽ കൊടുക്കും, സി മാട്രിക്സിൽ കൊടുക്കും. ഇപ്പോൾ ഐ ജെ കെ നമുക്കിതിനെ 3 ലൂപ്പ് വേരിയബിൾസ് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഫസ്റ്റ് മാട്രിക്സിൻ്റെ റോ ആൻഡ് കോളം സൈസ്, സെക്കൻഡ് മാട്രിക്സിൻ്റെ റോ ആൻഡ് കോളം സൈസ്. ഇപ്പോൾ ഫസ്റ്റ് മാട്രിക്സിൻ്റെ റോ ആൻഡ് കോളം സൈസ് നമ്മൾ വാങ്ങാം. സോ അതിനാണ് R1 C1 വന്നിട്ട് വാങ്ങിയിട്ട് സ്റ്റോർ ചെയ്യും. ഇപ്പോൾ വന്നിട്ട് നമ്മൾ വാല്യൂസ് വാങ്ങണ്ടേ. സോ എൻ്റർ മാട്രിക്സ് എ ആൻഡ് ദെൻ ഫോർ ലൂപ്പിൽ വന്നിട്ട് R1 ആൻഡ് C1 ലിമിറ്റ് കൊടുത്തിട്ട് എ പറഞ്ഞ മാട്രിക്സിൽ നമ്മൾ സ്റ്റോർ ചെയ്യും. ഇതേപോലെ തന്നെ നമ്മൾ ബി മാട്രിക്സിനും വാങ്ങണം. R2 C2 റോ കോളം സൈസ് ഫോം ബി മാട്രിക്സ് വാങ്ങിയിട്ട് ബി പറഞ്ഞ അറേയിൽ വന്നിട്ട് 2 dimensional അറേയിൽ നമ്മൾ ആ വാല്യൂസിനെ എലിമെൻസിനെ സ്റ്റോർ ചെയ്യണം. അടുത്തത് എ മാട്രിക്സ് ജസ്റ്റ് നമുക്കൊരു റെഫറൻസിന് വേണ്ടി നമ്മൾ പ്രിൻറ്റ് ചെയ്യാം. സോ എ മാട്രിക്സ് ഇസ് R1 C1 വരെയും നമ്മൾ എ മാട്രിക്സ് പ്രിൻറ്റ് ചെയ്ത് ന്യൂ ലൈൻ കൊടുക്കും, ജസ്റ്റ് ടേബിൾ ഫോമിൽ വരാൻ വേണ്ടിയിട്ട്. സെയിം വേ ബി മാട്രിക്സും പ്രിൻറ്റ് ചെയ്യാം.
ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ലോജിക് എന്താണെന്ന് വെച്ചാൽ മൂന്ന് ഫോർ ലൂപ്പ് വേണം നമുക്ക്. സോ ഫോർ I is equal to 0, I less than R1, I plus plus. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് റോ വൈസ് ആൻഡ് കോളം വൈസ് ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. സോ ഫസ്റ്റ് മാട്രിക്സിൻ്റെ റോവും പിന്നെ സെക്കൻഡ് മാട്രിക്സിൻ്റെ കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ഒരു എലിമെൻറ്റ് കിട്ടാൻ പോണത്. സോ അതിന് വേണ്ടി R1 C2 ഫസ്റ്റ് രണ്ട് ലൂപ്പിൽ, പിന്നെ ഏത് എലിമെൻറ്റ് ഏത് റോ ഏത് കോളം എടുക്കാനാണോ നമ്മൾ അറിയണമല്ലോ. സോ നമുക്ക് തേർഡ് ലൂപ്പ് ഒന്ന് വേണം. K is equal to 0, K less than C1, K plus plus. കാരണം കോളം ഫസ്റ്റ് മാട്രിക്സിൻ്റെ കോളം ലിമിറ്റ് വരയ്ക്കേ പോവുള്ളൂ, ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ K വേരിയബിൾ എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ബട്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. C മാട്രിക്സ് ഓഫ് IJ വന്നിട്ട് നമ്മൾ 0 എന്ന് കൊടുക്കണം. കാരണം ഇപ്പോൾ മാട്രിക്സിൽ വന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഫസ്റ്റ് റോ ഓഫ് ഫസ്റ്റ് മാട്രിക്സ്, ഫസ്റ്റ് കോളം ഓഫ് സെക്കൻഡ് മാട്രിക്സ്, ഓരോ എലിമെൻറ്റും ഫസ്റ്റ് 0 എലിമെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ആഡ് ചെയ്യും അടുത്ത എലിമെൻറ്റിൻ്റെ കൂടെ. സോ 0 എലിമെൻറ്റിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യണമല്ലോ. സോ ദർ കംസ് മൾട്ടിപ്ലിക്കേഷൻ പ്ലസ് അഡീഷൻ. സോ ആഡ് ചെയ്യുമ്പോൾ ഒരേ എലിമെൻറ്റിലാണ് നമ്മൾ ആ കിട്ടുന്ന വാല്യൂ ആഡ് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ആഡ് ചെയ്തിട്ട് വരുമ്പോൾ നമുക്ക് ഒരേ എലിമെൻറ്റേ കിട്ടുമല്ലോ. സോ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചാൽ വാല്യൂസ് റിപ്പീറ്റ് ആവില്ല. ഇതോടെ 0 വന്നിട്ട് റീറൈറ്റ് ചെയ്യാൻ പോകണം നമ്മൾ 0-നെ. സോ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് C of IJ അല്ലേ നമ്മൾ കാണാൻ പോകും. C of IJ is equal to ആഡ് ചെയ്യണം. സോ പ്ലസ് ഈക്വൽ ടു A of IK ഇൻറ്റു B of KJ. ഇത് മൾട്ടിപ്ലൈഡ് വാല്യൂ അതായത് ഫസ്റ്റ് റോ ഫസ്റ്റ് എലിമെൻറ്റും ഫസ്റ്റ് റോ ഫസ്റ്റ് എലിമെൻറ്റിൻ്റെയും കൂടെ, അതായത് കോളത്തിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ അതിനെ അടുത്ത എലിമെൻറ്റിൻ്റെ കൂടെ അടുത്ത മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂൻ്റെ കൂടെ ആഡ് ചെയ്യണമല്ലോ. സോ അത് ആഡ് ചെയ്യുമ്പോൾ ഇതേ വാല്യൂൻ്റെ കൂടെ സ്റ്റോർ ആകും. സോ ഒരു എലിമെൻറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അടുത്ത എലിമെൻറ്റിൻ്റെ കൂടെ അത് ആഡ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മളിവിടെ 0 കൊടുക്കുന്ന വാല്യൂ. ഓക്കെ, സോ ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ ലോജിക്. എന്നിട്ട് നമ്മൾ പ്രിൻറ്റ് ചെയ്യണം. ഈ C മാട്രിക്സിനെ നമ്മൾ പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ C അല്ല, C മാട്രിക്സ് ഓഫ് IJ. എന്നിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്യുമ്പോൾ അഗൈൻ R1 C2 അതാണല്ലോ നമ്മുടെ C മാട്രിക്സിൻ്റെ സൈസ്. സോ അത് കൊടുത്തിട്ട് നമ്മൾ C മാട്രിക്സിനെ പ്രിൻറ്റ് ചെയ്യും. സോ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സോ റോ കോളം സൈസ് ഫോർ മാട്രിക്സ് A is 2x2 മാട്രിക്സ്. എലിമെൻറ്റ്സ് വന്നിട്ട് 1 1 2 2 അതേ വാല്യൂസ് കൊടുത്ത് നോക്കാം. ഇവിടെ റോ കോളം സൈസ് വന്നിട്ട് 2x3 മാട്രിക്സ്. അതിന് 1 2 3 2 1 2. ഇപ്പോൾ ഇതാണ് മാട്രിക്സ് A, മാട്രിക്സ് B. സോ 1 ഉം ഇവിടെ 1 2 ഈ റോ ദിസ് കോളം 1 2 ഇതിന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ഈ എലിമെൻറ്റ് കിട്ടിയത്. സോ 3 3 5 6 6 10 ആസ് വി ഹാവ് ഡൺ ബിഫോർ. ഓക്കെ, സോ ഇതാണ് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. സോ അടുത്ത പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ സം ഓഫ് ഓൾ എലിമെൻറ്റ്സ് ഇൻ എ മാട്രിക്സ്. ഒരു മാട്രിക്സിൽ കൊടുത്ത ഓരോ എലിമെൻറ്റിനും എല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ സം കണ്ടുപിടിക്കുക. ഇപ്പോൾ സം എങ്ങനെ കണ്ടുപിടിക്കുകയെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ റോ ആൻഡ് കോളം സൈസ് വാങ്ങി ആ മാട്രിക്സ് വാങ്ങിയിട്ട് എല്ലാ എലിമെൻറ്റ്സിനെയും A പറഞ്ഞ മാട്രിക്സിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇപ്പോൾ അഗൈൻ വി ഹാവ് ടു റൺ ദി ഫോർ ലൂപ്പ്. റോവിന് I ലൂപ്പും കോളമിന് J ലൂപ്പും റൺ ചെയ്തിട്ട് നമ്മൾ ഓരോ വാല്യൂവും നമ്മൾ ആഡ് ചെയ്യണം. സോ അത് നമുക്കൊരു സം വേരിയബിൾ കാണാം. സോ സം ഇസ് ഈക്വൽ ടു 0 എന്ന് ഇനീഷ്യലൈസ് ചെയ്യാം. എന്നിട്ട് സം പ്ലസ് ഈക്വൽ ടു A of IJ ഓരോ എലിമെൻ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യും. സോ 0 0 എലിമെൻറ്റിനെ ഫസ്റ്റ് സമ്മിൻ്റെ കൂടെ ആഡ് ചെയ്യും. 0 1 0 2 അത് കഴിഞ്ഞിട്ട് 1 1 1 2 അങ്ങനെ ഓരോ എലിമെൻറ്റിനെയും നമ്മൾ സം വേരിയബിളിൻ്റെ കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് പ്രിൻറ്റ് ചെയ്യാം. സോ എന്നിട്ട് സം വേരിയബിളിനെ നമ്മൾ പ്രിൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയാൽ റോ സൈസ് ആൻഡ് കോളം സൈസ് അല്ല. സോ 3x3 മാട്രിക്സ് എൻ്റർ ചെയ്യാം. മാട്രിക്സ് വന്നിട്ട് 1 2 3 4 5 6 7 8 9. സോ 45 കിട്ടി. ഇങ്ങനെയാണ് എല്ലാ വാല്യൂസും ജസ്റ്റ് ഈ വാല്യൂസ് എല്ലാത്തിനെയും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുമോ അതന്നെ നമ്മൾ മാട്രിക്സ് ഫോമിൽ എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും നോക്കി, അത്രയേ ഉള്ളൂ. ജസ്റ്റ് 2 ലൂപ്പ് വെച്ച് എല്ലാ എലിമെൻറ്റ്സും സം വേരിയബിളിൽ ആഡ് ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്തു. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീഡിയോ. താങ്ക് യു.